അണ്ണാ നമ്മുടെ നാട്ടിൽ കള്ളന്മാരെ ശല്യം കൂടുതലാണെന്നൊക്കെ പറയുന്നു. അണ്ണ അറിഞ്ഞില്ലല്ലേ സംഭവം? തങ്കപ്പാ ഉമ്മാരുന്നാ എന്റെ തറവാട്ടിൽ കയറി വല്ല മോട്ടിക്കൊണ്ട് പോടാ. അവിടെ നിന്ന് മോട്ടിച്ചോണ്ട് ഇരിക്കുന്നു തേങ്ങേരി. എന്തോടാ? ഒന്നുമില്ല, കപ്പലുണ്ടേ. എന്നാലും ആരായിരിക്കും ഈ പട്ടാപ്പകലൊന്ന് മോട്ടിക്കുന്നത്? ശരിയായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ശരിയാ, ആർക്കറിയാം. പക്ഷെ ഒരു ദിവസം നമ്മൾ അവനെ പിടിക്കണം. ഇവിടെ അമ്മ ഞാൻ പറഞ്ഞില്ലേ ആ റോസമ്മയുടെ വീട്ടിൽ വന്നവൻ കള്ളനാണെന്ന്. ആരെയും വിശ്വസിച്ചു? അതെന്തൊരു പറച്ചിലാണ്. അവളുടെ ഭർത്താവ് ഗുണശേഖരൻ വരെ പറഞ്ഞല്ലേ അത് വേറെ അവരുടെ ഫാമിലിയിലുള്ള ആരാണെന്ന്. എന്നാ പിന്നെ അനുഭവിച്ചോ. ഇതുവരെ ഇനിയും കള്ളന്മാര് കയറും. ഓഹ്, ഒരു സൈഡിൽ പ്രതാപ മുതലാളി, മറു സൈഡിൽ കള്ളന്മാര്. നമ്മൾ എങ്ങനെ ഉറങ്ങൂടാ? അത് ശരിയാ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായണ്ണ. പ്രതാപ മുതലാളി നമ്മളുമായിട്ടുള്ള പ്രശ്നമല്ല നാട്ടുകാരെ മറന്നില്ലേ? എന്താ രണ്ടാളും കൂടെ? എവിടെ പോവാനാ? പഞ്ചായത്തിൽ പോയിരിക്കണ്ട ഞാനാ. ഇപ്പൊ ഒരു വെയിലത്ത് കിടന്ന് തൊഴിലുറപ്പ് ജോലി ചെയ്യുക. എല്ലാരും സഹായിച്ച് അങ്ങനെ പറയല്ലേ മെമ്പറേ. എന്റെ വോട്ട് ഞാൻ മെമ്പർക്കാണ്. മെമ്പർ ജയിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ജയിക്കാഞ്ഞിട്ട് കൂടി ഞാൻ മെമ്പർ എന്നല്ലേ വിളിക്കുന്നത്. എന്റെ മെമ്പർ എന്നും ഗീത മെമ്പർ തന്നെ. സത്യവാ, തോറ്റിട്ട് കൂടി തോറ്റ മെമ്പറെ നമ്മൾ മെമ്പർ എന്നല്ലേ വിളിക്കുന്നേ. രണ്ടുപേരും കൂടെ കൂടുതലങ്ങ് ഒലിപ്പിക്കല്ലേ. എനിക്ക് വോട്ട് തരാന്ന് പറഞ്ഞിട്ടേ മറ്റവള് വന്ന് ഒലിപ്പിച്ച് കാണിച്ചപ്പോഴത്തേന് മാറ്റി കുത്തി കൊടുത്തു. ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഗീത മെമ്പറെ, എന്ത് മെമ്പറെ നമ്മുടെ നാട്ടില് കള്ളന്മാരെ ശല്യം കൂടിയെന്നൊക്കെ കേട്ട്. അതിന് ഞാനിപ്പോ എന്താ വേണം? നിങ്ങൾക്കൊരു മെമ്പർ ഇല്ലേ? അവളോട് പോയി പറ. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മെമ്പറേ. കാര്യം കഴിവുള്ളവരെ ആർക്കും വേണ്ടല്ലോ. അനുഭവിച്ചോ മെമ്പറേ? അങ്ങനെ പറയരുത്. ആർക്ക് വേണമെങ്കിലും ഗീത മെമ്പറേ, എനിക്ക് വേണം. ആ പണിയൊക്കെ ഞാനങ്ങ് നിർത്തി. ഗീത മെമ്പറെ, വാർഡിൽ കാര്യമായിട്ടൊന്ന് ഇടപെടണം കേട്ടോ. അടുത്ത പ്രാവശ്യം ഇലക്ഷനിൽ നമുക്ക് ഈ വാർഡൊന്ന് പിടിക്കാം. അയ്യോ വേണ്ടായേ. ഞാനിപ്പോ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നു. വേണ്ടി വന്നാൽ ഞാൻ കലാമണ്ഡലത്തിൽ ചേരും, മോഹിനിയാട്ടം ആടാൻ. എന്നാലും ഇനി ഇലക്ഷന് ഞാനില്ല. കറുത്തവർക്ക് സീറ്റില്ലെന്നാണ് നമ്മുടെ രാമചേച്ചി പറഞ്ഞിരിക്കുന്നത്. മോഹിനിയാട്ടം ആടാൻ അല്ലേ? ഇത്രയൊക്കെ ഉള്ള വെളുപ്പ് മതി. ഒന്ന് നില്ല് മെമ്പറെ. അയ്യോ സമയം ഒരുപാടായി. രമണിയാ മേറ്റ്. ഉച്ചക്കലത്തെ ഫോട്ടോ എടുക്കാൻ നേരമായി. അവളെന്നെ ഒഴിവാക്കും. 100 തേക്കണം. പോവോ? ഇത് മെമ്പർ എന്താണ് മേറ്റാവാത്തെ? മേറ്റാവണമെങ്കിലേ 10ാം ക്ലാസ് പാസ്സാവണ്ടേടാ. അവള് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ അവര് ഇലക്ഷൻ നിന്ന് എടാ അതൊരു സീക്രട്ടാ. മാർക്ക് ലിസ്റ്റ് തിരുത്തിയതാടാ. നമ്മുടെ ഭരണമില്ല, ഞാനല്ലേ ശരിയാക്കി കൊടുത്തതല്ല. ഇലക്ഷൻ സമയത്ത് മാത്രം പാർട്ടി പ്രവർത്തനവും ജനസമ്പർക്കവും. അല്ലാത്തപ്പോ അവർ ഈ വാർഡിലൊന്നും തിരിച്ചു നോക്കിയിട്ടുണ്ടോ? ചുമ്മാ അതല്ല അവരെ പാർട്ടി തോറ്റോണ്ടിരിക്കുന്നത്. ഗീത തോറ്റത് അതല്ലടാ കാര്യം. പിന്നെ എവളെ നാട്ടിലെ ആണുങ്ങളെല്ലാം വളച്ചു. നമ്മുടെ വാർഡിൽ ആരാ കൂടുതൽ? പെണ്ണുങ്ങളെല്ലാം വോട്ട് മാറ്റി കുത്തി. അതാണ് ഗീത തോറ്റത്. അപ്പൊ ഗീതകാലം ജയിച്ചിരുന്നെങ്കിൽ വാർഡിൽ കൂട്ടത്തല് നടന്നേലേ. അതൊക്കെ പോട്ടെ, നമുക്ക് രാജീവിന്റെ കടയിലോട്ട് പോകാം. കള്ളനെ പിടിക്കാനുള്ള മാർഗങ്ങളാണ്. ശരിയാണ്, ഞാൻ അതാലോചിക്കും. അണ്ണാ എന്തായാലും ആരായിരിക്കും ഈ കള്ളൻ? ഏതവനായാലും അവനെ ഇടിച്ചുണ്ടല്ലേ പഞ്ചറാക്കണം. നമുക്ക് സുഖമില്ലടാ. ഇടാ അവൻ നമ്മളെ പറ്റിച്ച് കാശ് ഉണ്ടാക്കി കടവും വീട്ടി സുഖമായിട്ട് ചൂണ്ടയിട്ടോണ്ടിരിക്കുന്നു. അവനെ വെറുതെ വിടരുതടാ. ശരിയാണ്. ആ പലിശക്കാരൻ പ്രതാപനെയും കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായടാ. അതിനെല്ലാം കാരണം ആ പട്ടിയ. വലിയ കൊല്ലടാ അവനെ. വാ